എന്നിട്ട് വടിയും പിടിച്ചിങ്ങനെ നടക്കുക. വടി പിടിച്ചാൽ തസവുഫായി എന്നാണ് തോന്നൽ. തസവുഫിലൊക്കെ എത്തി മശായിഖന്മാർ കൊടുക്കേണ്ടത് കൊടുത്ത് അവരൊരു വടിയും കൊടുത്താൽ ആ വടി പിടിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആദ്യം തന്നെ പോയി വടി പിടിച്ചാൽ അതാവൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കാട്ടുവളപ്പിൽ നൗഷാദ് മനസ്സിലാക്കി വെച്ചതേ, വടി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഔലിയാക്കൾക്കേ പറ്റുള്ളൂ. മശായിഖന്മാരെ നിർദ്ദേശം കിട്ടിയിട്ട് മശായിഖന്മാർ കൊടുക്കുന്ന വടിയെ പിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ സാധു മനസ്സിലാക്കി വെച്ചത്. എന്താ ചെയ്യാ? ഒരു വസ്തുവും പഠിക്കൂല, എന്നിട്ട് പൊട്ടത്തരം വിളിച്ചു പറയാം, ജഹാലത്ത് വിളിച്ചു പറയാം. ഇത് എവിടെന്നെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് മാത്രം പറഞ്ഞല്ല, എല്ലാ സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു വിഷയമാണ് ഇപ്പത്. ഇതിനെ സംബന്ധിച്ചൊക്കെ മഹാന്മാരായ ഇമാമിങ്ങള് അവരുടെ കിതാബുകളിൽ എത്ര എഴുതി വെച്ചിട്ടുണ്ട്, എത്ര കിതാബുകളിൽ ഇത് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഈ സാധു കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ എഴുതിയിട്ടുണ്ട്. മഹാനവർകൾ അവിടെ പറയുന്നുണ്ട്, ഇംസാക്കുൽ അസ സുന്നത്തുല്ലിൽ അംബിയാഇ വ അലാമത്തുല്ലിൽ മുഅ്മിൻ. വടി പിടിക്കുക എന്നുള്ളത് അമ്പിയാക്കൾക്കുള്ള സുന്നത്തുമാണ്, മുഅ്മിനീങ്ങൾക്കുള്ള അലാമത്തുമാണ്. എന്നിട്ട് അതിനെയാണ് പരിഹസിക്കുന്നത്. വീണ്ടും അവിടെ പറയുന്നുണ്ട്, ഖാലൽ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഫീഹാ സിത്തു ഖിസാലിൻ, ഈ വടി പിടിക്കുന്നതിൽ 6 കാര്യങ്ങളുണ്ട്. ഒന്ന് സുന്നത്തുല്ലിൽ അംബിയാ, അമ്പിയാക്കൾക്കുള്ള സുന്നത്ത്. വസീനത്തു സുലഹാ 2, വസിലാഹുൻ അലൽ അഅദാ 3, ശത്രുക്കൾക്കെതിരെയുള്ള ആയുധം. വഔനുൽ ളുഅഫാ 4, വഗമ്മുൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങൾക്ക് ഈ വടി കാണുമ്പോൾ ഗമ്മ ഉണ്ടാവുക. അതാണല്ലോ ഇപ്പൊ കുരുവട്ടൂരികള് എല്ലാ സ്റ്റേജിലും ഇപ്പൊ അതിനെ വിമർശിച്ചുകൊണ്ട് നടക്കുകയാണ്. വഗമ്മുൽ മുനാഫിഖീൻ വസിയാദത്തുൻ ഫി ത്വാആത്ത് 6. ഇങ്ങനെ ഈ വടി പിടിച്ചാല് 6 കാര്യങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്. എന്നിട്ട് മഹാനവർകൾ വീണ്ടും പറയാണ്, വയുഖാലു ഇദാ കാന മഅൽ മുഅ്മിനി അൽ അസ, ഒരു മുഅ്മിനിന്റെ കൂടെ വടി ഉണ്ട് എങ്കിൽ യഹ്റബു മിനശ് ശൈത്വാൻ വയഖ്ശഉ മിൻഹുൽ മുനാഫിഖ് വൽ ഫാജിർ വതകൂന ഖിബ്ലതഹു ഇദാ സ്വല്ലാ. കണ്ടില്ലേ, ആ വടിയുള്ള ആളെ തൊട്ട് ശൈത്താൻ പാഞ്ഞു പോകും. വയഖ്ശഉ മിൻഹുൽ മുനാഫിഖ് വൽ ഫാജിർ, അതുപോലെ ഫാജിറും തമ്മാടിയും മുനാഫിക്കും ഒക്കെ അവനെ തൊട്ട് പേടിച്ചു പോകും. മാത്രമല്ല വതകൂനു, ആ വടിയാകും ഖിബ്ലതഹു ഇദാ സ്വല്ലാ, ഓൻ നിസ്കരിക്കുകയാണെങ്കിലേ ആ വടി അവന്റെ മുമ്പിൽ എന്ത് ചെയ്താൽ മതി? കുത്തിവെച്ച്. അതൊക്കെ മസാല നമ്മൾ പഠിച്ചിട്ടില്ലേ ഫിഖഹില്. അപ്പൊ ഒരുപാട് ഉപകാരങ്ങൾ ഈ വടി കൊണ്ട് നടക്കുന്നതിലുണ്ട് എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ബിഹാറുൽ അൻവാർ എടുത്ത് നോക്കിയാൽ അതിൽ കാണാം, ഖാല ഇബ്നു അബ്ബാസിൻ അത്തവക്കു അലൽ അസ്വാ മിൻ അഖ്ലാഖിൽ അംബിയാ. കണ്ടില്ലേ, വടി പിടിച്ചടക്കുക എന്നുള്ളത് അമ്പിയാക്കളുടെ അഖ്ലാഖിൽ പെട്ടതാ. വകാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്തക്കു അലൈഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വടി പിടിച്ച് നടന്നിരുന്നു. വയഉമുറു ബിൽ ഇത്തിക്കായി അലൈഹാ, നബി തങ്ങൾ വടി പിടിച്ച് നടന്നിരുന്നു എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളോട് അങ്ങനെ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇബ്നു അബ്ബാസ് തങ്ങളാ പറയണേ. ഇനി ഫതാവൽ ഹദീസയിൽ കാണാം, വറവദ് ദൈലമി ബി സനദിഹി ഹദീസ ഹംലുൽ അസാ അലാമത്തുൽ മുഅ്മിൻ വസുന്നത്തുൽ അംബിയാ. കണ്ടില്ലേ, ഏത് ഹദീസിനെ റിപ്പോർട്ട് ചെയ്തത്? ഹംലുൽ അസാ അലാമത്തുൽ മുഅ്മിൻ, വടി കൊണ്ട് നടക്കുക എന്നുള്ളത് അത് മുഅ്മിനിന്റെ അലാമത്താ. വസുന്നത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ സുന്നത്തുമാണ് അത്. വീണ്ടും പറയുന്നുണ്ട്, വറവ ഐലൻ ഹദീസ കാനത്തുൽ അംബിയാഉ യഫ്തഖിറൂന ബിഹാ, അമ്പിയാക്കളൊക്കെ ഈ വടി കൊണ്ട് നടക്കണേൽ ഫഖർ നടിച്ചിരുന്നു എന്ന്. തവാദുഅൻ ലില്ലാഹി അസ്സ വജല്ല. കണ്ടില്ലേ, ഒന്ന് കാണാം, ഉമ്മി സലമത്ത റളിയല്ലാഹു അൻഹ കാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ മശ്യു മഅൽ അസ്വാ മിനത് തവാദുഇ. കണ്ടില്ലേ, വടിയുമായിട്ട് നടക്കുക എന്നുള്ള തവാദുഇൽ പെട്ടതാണ്. വയുക്തബു ലഹു ബികുല്ലി ഖത്വത്തിൻ അൽഫ ഹസന, ആ വടിയുമായി നടക്കുന്ന ഓരോ ചവിട്ടടിക്കും 1000 ഹസനത്ത് എഴുതപ്പെടും. മാത്രമല്ല വയുർഫഉ ലഹു അൽഫു ദറജ. കണ്ടില്ലേ, അവനിക്ക് 1000 ദറജ ഉയർത്തപ്പെടുകയും ചെയ്യും. ഇതൊക്കെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. എന്നിട്ട് ആ വടി പിടിച്ച് നടക്കുന്നതിനെയാണ് പരിഹസിക്കുന്നത്. ഇങ്ങനെ എത്ര എത്ര കിതാബുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഞാനത് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഇവന് എവിടെ നിന്ന് കിട്ടുന്നതാണ് ഈ നിർദ്ദേശങ്ങൾ? ഏത് മെശായിഖന്മാരിൽ നിന്നാ ഇവന് നിർദ്ദേശം കിട്ടുന്നത്? മൈക്കകളല്ലേ, നിർദ്ദേശം കിട്ടിയതനുസരിച്ചല്ലേ ഇവർ സംസാരിക്കുള്ളൂ. ഏത് മെശായിഖന്മാരിൽ നിന്നായി കിട്ടുന്ന നിർദ്ദേശം? അതാ നമ്മൾ മുമ്പേ പറയുന്നത്, ഇവർക്ക് നിർദ്ദേശം കിട്ടുന്നത് ഹക്കായ മശായിഖന്മാരിൽ നിന്നല്ല. ഹക്കായ മശായിഖന്മാരാണെങ്കിൽ ഈ വടി പിടിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ട് എങ്ങനെ അവർ നിർദ്ദേശം കൊടുക്കുവോ? എങ്ങനെ ഇത് പരിഹസിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുക? അതാ ഞാൻ പറയുന്നത്, ഇവർക്ക് ചെയ്ത്താന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം. ആ നിർദ്ദേശമാകുമ്പം ദീനിനോട് എതിരായ പല നിർദ്ദേശങ്ങളും കിട്ടും. അതാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വാദങ്ങൾ തന്നെ എത്ര പേച്ച വാദങ്ങളാണ്. മുഅ്തസിലത്തിന്റെ വാദങ്ങൾ നമ്മൾ കേട്ടില്ലേ, കുഫ്രിയത്തിന്റെ വാദങ്ങൾ ഇവരിൽ നിന്ന് നമ്മൾ കേട്ടില്ലേ. ഹക്കായ സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള എത്ര വാദങ്ങളാണ് ഇവർക്കുള്ളത്. ഇതൊക്കെ എന്തുകൊണ്ട് പറയുന്നു? ശൈത്താന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമായതുകൊണ്ടാണ്. ഒരു ദിവസം രാവിലെ പറയുന്നത് 10 മണിയാകുമ്പോഴേക്കിന് അത് മാറ്റി പറയുന്നു.
10 മണിക്ക് പറഞ്ഞത് 4 മണിയാകുമ്പോഴേക്കിന് മാറ്റി പറയുന്നു, 4 മണിക്ക് പറയുന്നത് മാരിഭാകുമ്പോഴത്തേക്കിന് മാറ്റി പറയുന്നു. എത്ര ഇപ്പൊ ഈ അടുത്ത് ഞാൻ കാണിച്ചില്ലേ, തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നമ്മളെ മാനവ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗത്തില് പറഞ്ഞ് 4 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കിന് അതിന് വൈരുദ്ധ്യം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശ? ശൈത്താന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമാകുമ്പോ നേരത്തെ പറഞ്ഞത് എന്താണ് എന്ന് ഓർമ്മ ഉണ്ടാവുകയില്ല. അതേ സമയത്ത് ഹക്കായ ദീന് പഠിച്ചു പറയുകയാണെങ്കിൽ അത് കിതാബിലുള്ളതും മഹാന്മാര് പഠിപ്പിച്ചതേ പറയാൻ കഴിയുള്ളൂ. അത് ഒരിക്കലും വൈരുദ്ധ്യം വരൂല, അതൊരിക്കലും മാറ്റം വരൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ രീതിയിൽ ഏറ്റവും ചെറിയൊരു വിഷയമാണ് ഇപ്പൊ അത്. ഇതൊന്നും ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എല്ലാ സ്റ്റേജുകളിലും ഇതന്നെ ഒരു മാറ്റർ ആക്കിയിട്ട് പറയാണ്. 10 മണി അങ്ങോട്ട് തേക്കണ്ടേ, എന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാം, കൂട്ടത്തിൽ എല്ലാ ദിവസവും പറയുന്ന ഒരു മാറ്ററാണ് ഇപ്പൊ ഈ വടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ പരാമർശിച്ചു എന്ന് മാത്രം. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.